സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര നമ്മുടെ മയിലാടും പാറയുടെ മുകളിലേക്കാണ്. ഞാൻ ഒറ്റക്കാണ് യാത്ര തുടങ്ങിയത്. എന്നാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കോഴിയുടെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ മയിലാടും പാറയുടെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുപിടിക്കുന്നത്. ഒരുപാട് കുരങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ അടുത്ത് തന്നെ വീടുള്ളതുകൊണ്ടാണ് എടുക്കാത്തത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 500 മീറ്ററോളം ഹൈറ്റിലാണ് ഇത് വരുന്നത്. നമുക്ക് ആ കുത്തനുള്ള കയറ്റം കയറി കഴിഞ്ഞാലാണ് ഈ മയിലാടും പാറയിലേക്ക് എത്തിപ്പെടുന്നത്. ഈ പാറയിൽ നിന്ന് നമുക്ക് കാണാൻ കൽപ്പറ്റ ടൗൺ, വയനാട് ജില്ലയിലെ കൽപ്പറ്റ ടൗൺ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ യാത്രയിൽ നമുക്ക് മുകളിൽ പോയാൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. അതൊരു കാൽപാദമാണ്. എന്തിൻ്റെ കാൽപാദമാണെന്ന് നിങ്ങൾക്ക് നാട്ടിലുള്ള ഈ മയിലാടിപ്പാറയുടെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ ഇതറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടാസ്ക്കാണ് ഞാൻ തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരു കാട്ടിനുള്ളിലൂടെ തന്നെയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ കാൽപാദം. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എന്തെങ്കിലും പിന്നിലുള്ള കഥകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതറിയാവുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിമനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ്. നമുക്കിവിടെ വന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഫാമിലി ആയിട്ടും എങ്ങനെ വേണേൽ വരാം. നമുക്കൊരു ദിവസം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. എന്തായാലും ഇവിടെ കയറാൻ വേണ്ടത് വെറും 20 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഒരുപാട് പാറകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ നമുക്ക് ആ കയറുന്ന സ്ഥലത്തേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ കാണിച്ചത്. ഓക്കെ, ബൈ.